ആയി. കുട്ടികൾക്ക് പനിയോടുകൂടി ഫിറ്റ്സ് അല്ലെങ്കിൽ ഫെബ്രൽ സീസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പനിയോടുകൂടി ഫിറ്റ്സ് അല്ലെങ്കിൽ ഫെബ്രൽ സീസർ വന്നിട്ടുണ്ടെങ്കിൽ പേരൻസിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു 5-6 വയസ്സ് വരെയാണ് അങ്ങനെയുള്ള ഫിറ്റ്സ് വരാനുള്ള സാധ്യത. അത് കഴിഞ്ഞാൽ പനി വന്നാലും ഫിറ്റ്സ് വരാനുള്ള സാധ്യത പൊതുവെ കുറവായിരിക്കും. എന്നാൽ കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ഫെബ്രൽ സീസർ വരാനുള്ള ഒരു ത്രഷോൾഡ്, അതായത് സാധ്യത വളരെ കൂടുകയും 6 വയസ്സിന് മുകളിലായിട്ട്, അതായത് 7 വയസ്സ് 8 വയസ്സ് ഒരു 11-12 വയസ്സ് വരെയൊക്കെ അങ്ങനെയുള്ള കുട്ടികളിൽ വീണ്ടും പനിയോടുകൂടി ഫിറ്റ്സ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ഈ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ ഇൻഫെക്ഷൻ വരുമ്പോൾ ഫിറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്ക് ഓൾറെഡി ഫെബ്രൽ സീസർ പനിയോടുകൂടി ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ പനി വരുന്ന സമയത്ത് പാരസെറ്റമോൾ കൃത്യമായിട്ട് 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചുമയുടെയും അലർജിയുടെയും മരുന്നുകളൊക്കെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് ഫാർമസിയിൽ പോയി മേടിച്ച് കഴിക്കാണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിയുക. കാരണം ഈ ചുമയുടെയും അലർജിയുടെയും മരുന്നുകളൊക്കെ പൊതുവെ ഫിറ്റ്സിന്റെ ടെൻഡൻസി കൂട്ടാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഫെബ്രൽ സീസർ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലൂ വാക്സിൻ എടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം ഈ ഫ്ലൂ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പനി വരാനും അതുപോലെ തന്നെ ഫെബ്രൽ സീസർ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫെബ്രൽ സീസർ വരുന്ന കുട്ടികൾക്ക് വീണ്ടും അത് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.